നമസ്കാരം. വലിയ പുകിലുകളാണ് കെഎസ്ആർടിസി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ സംഭവത്തിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞതിന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല എന്നത് ഈ കേസിലെ ഒരു പോരായ്മയായി പറയുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. എന്തുകൊണ്ടാണ് കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന് പറയുന്നത്? IPC 447 നിലനിൽക്കില്ല. മേയർ, MLA, ബന്ധുക്കളടക്കം 5 പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ കുറ്റം IPC 447 കേസിൽ നിലനിൽക്കില്ലെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. KSRTC ബസ് പൊതുസ്വത്താണ്. ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട്. അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല. പിന്നീട് യാത്രക്കാർ സാക്ഷികളാകും. അതെങ്ങനെയെന്ന് വെച്ചാൽ ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കും. ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും. പ്രതികളുടെ മൊഴിയെടുക്കണം. തെളിവുകൾ ഉണ്ടെങ്കിൽ ശേഖരിക്കണം. നോട്ടീസ് നൽകി വിളിച്ചു വരുത്താം. രേഖകളും തെളിവുകളും ഇല്ലെങ്കിൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം. എഴുതിത്തള്ളൽ റിപ്പോർട്ടാണെങ്കിൽ കോടതി ഡ്രൈവർ യദുവിന് നോട്ടീസ് അയക്കും. യദുവിന് എതിർ ഹർജി ഫയൽ ചെയ്യാനുമാകും. പക്ഷേ അർണേഷ് കുമാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 7 വർഷത്തിൽ താഴെയുള്ള കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ല. എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും MLAയ്ക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും. പ്രതിസ്ഥാനത്ത് മേയറും MLAയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും. SFI നേതാവായിരുന്ന T. ഗീനാകുമാരിയാണ് ഗവൺമെന്റ് പ്ലീഡർ. മേയർക്കും MLAയ്ക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ലെന്നും അഭിഭാഷകരെത്തിയാൽ മതിയെന്നും നിയമ വിദഗ്ധർ പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ 2 ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം. പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് 200 രൂപ പിഴ ശിക്ഷയേ ഉള്ളൂ. അന്യായമായി തടഞ്ഞുവെക്കലിന് 1 മാസവും തടവും പിഴയുമാണ് ശിക്ഷ. പൊതുദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരുപോലെ അത് അനുഭവിക്കണം. മെമ്മറി കാർഡ് കാണാതായതിനെ കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കേണ്ടിയും വരും. നന്ദി.